ബഹുമാനപ്പെട്ട അധ്യക്ഷൻ സയ്യിദ് ബഷീർ അലി ശിഹാബ് തങ്ങൾ അവറുകളെ, സജീവത മുറ്റി നിൽക്കുന്ന പ്രവർത്തകരെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആദ്യ ദിവസത്തെ വിഷയമായി നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ള അറിവ് എത്ര സമ്പന്നമായിരുന്നു എന്ന് എനിക്കും നിങ്ങൾക്കും ചിന്തിക്കാൻ വക നൽകുന്നു. ഈ പരിശുദ്ധ ഖുർആനെയാണ് പലരും വികലമായ രീതിയിൽ ഇന്ന് ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഖുർആനെ വൈകല്യത്തോടുകൂടി അവതരിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാ മാധ്യമങ്ങളെയും പ്രയോജനപ്പെടുത്തുന്നൊരു കാലമാണിത്. ഈ അടുത്ത് പുറത്തിറങ്ങിയൊരു പുസ്തകത്തിൻ്റെ പേര് ഐ മുസ്ലിം എന്നാണ്. ഐ മുസ്ലിം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പൂർണ്ണരൂപം ഇൻ്റർനെറ്റ് മുസ്ലിം എന്നാണ്. ഐപോഡ്, ഐ മ്യൂസിക് എന്നൊക്കെ പറയുന്നത് പോലെ മുസ്ലിം ഇപ്പോൾ ഐ മ്യൂസിക് എന്ന് പറയുന്നത് പോലെ ഐ മുസ്ലിമായി മാറിയിരിക്കുന്നു. ആ പുസ്തകം വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് ഇൻ്റർനെറ്റിൽ ഖുർആനെ, പ്രവാചകൻ്റെ വചനങ്ങളെ, ഹദീസുകളെ ദുർവ്യാഖ്യാനം ചെയ്യുന്നതിന് വേണ്ടി മനഃപൂർവ്വം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന പരിശ്രമങ്ങളെക്കുറിച്ച്. അതിൽ ധാരാളം വെബ്സൈറ്റുകളിൽ ഖുർആനെയും ഹദീസുകളെയും സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്തുകൊണ്ട് വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്ന തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ ശ്രമങ്ങളെക്കുറിച്ചാണ് പുസ്തകം പറയുന്നത്. ഈ അടുത്ത് ഈജിപ്തിലുള്ള ഒരു സ്ത്രീ ലിറിക്കൽ ടെററിസം എന്ന പേരിൽ ഒരു കവിത ബ്ലോഗിലൂടെ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അത് പൂർണ്ണമായും ജിഹാദ് എന്ന് പറയുന്ന പദത്തെ വ്യാഖ്യാനിക്കുന്നതിന് വേണ്ടിയായിരുന്നു. അതിൻ്റെ അന്ത്യത്തിൽ ആ കവിത അവസാനിക്കുന്നത്, ഇന്ന് ലോകത്ത് തീവ്രവാദത്തിൻ്റെ പേരിൽ മരിച്ചു വീണിട്ടുള്ള മുജാഹിദുകൾ അവരുടെ മരണചിത്രങ്ങൾ വെബ്സൈറ്റിലൂടെ പ്രസിദ്ധീകരിച്ചുകൊണ്ട് പുതുതലമുറയ്ക്ക് ജിഹാദിന് വേണ്ടിയിട്ടുള്ള ആവേശം പകരാൻ തയ്യാറാകണം എന്നാണ് ആ കവിതയുടെ അവസാന ഭാഗം പറയുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ ഫഇന്ന ഖൈറൽ കലാമി കലാമുല്ലാഹി വഖൈറൽ ഹദീ ഹദീ മുഹമ്മദിൻ വശറൽ ഉമൂരി മുഹദസാതുഹാ വകുല്ലു മുഹദസത്തിൻ ബിദ്അ. ബിസ്മില്ലാഹി അലൈക തവക്കൽനാ വഇലൈക അനബ്നാ വഇലൈക്കൽ മസീർ. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അദീം. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. മിഅ്റാജ്, വാനയാത്രയുടെ യുക്തിസാക്ഷ്യം എന്നാണ് ഇന്നത്തെ വിഷയം.
അപ്പം അതിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. മനുഷ്യൻ ആകാശത്ത് കയറുമോ? അതിനപ്പുറമുള്ള സിദ്റത്തുൽ മുൻതഹയിൽ പോകുമോ? അതിൻ്റെ അപ്പുറവും പോകുമോ? അവിടുന്ന് നേരിട്ട് സന്ദേശം സ്വീകരിച്ചു വരാൻ മനുഷ്യന് കഴിയുമോ? അതും ഒരു ഹ്രസ്വമായ രാത്രി കൊണ്ട് സാധ്യമാവുമോ? ഇങ്ങനെയൊക്കെയുള്ള ചർച്ചകൾ മനുഷ്യന് ഒരുതരം മെറ്റീരിയലിസ്റ്റ് മതം ഇന്ന് ലോകത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ, നേരത്തെ ഇവിടെ മുനീർ സാഹിബ് സൂചിപ്പിച്ചതുപോലെ, തൻ്റെ യുക്തിക്ക് വഴങ്ങുന്നത് അംഗീകരിക്കുകയും അല്ലാത്തത് നിരാകരിക്കുകയും ചെയ്യുന്ന ഒരു തരം മെറ്റീരിയലിസ്റ്റ് മതം എന്നതിനെക്കുറിച്ച് പറയാം. മെറ്റീരിയലിസം എന്നത് കണ്ടതിനെ മാത്രം അംഗീകരിക്കുന്ന മനുഷ്യൻ്റെ യുക്തിയുടെ മൗഢ്യമാണ്. അല്ലെങ്കിൽ അയുക്തിയെ മനുഷ്യൻ യുക്തി എന്ന് പറയുകയും അതിന് കാലാന്തരത്തിൽ വളരെ വലിയ വകഭേദങ്ങൾ വന്നിട്ടുണ്ട്. ആ മെറ്റീരിയലിസത്തിൻ്റെ അയുക്തിയാണ് പിന്നീട് കമ്മ്യൂണിസവും ക്യാപിറ്റലിസവും സോഷ്യലിസവും ഒക്കെ ഒരു നിലക്ക്, നക്സലിസവും ഒക്കെ പിന്നീട് വന്നിട്ടുള്ള മനുഷ്യൻ്റെ പാകപ്പെടാത്ത മനുഷ്യൻ്റെ അയുക്തിയെ മനുഷ്യൻ യുക്തി എന്ന് ധരിച്ചു പോയത്. അതൊരു തരം മെറ്റീരിയലിസ്റ്റ് മതമാണ്. അതേക്കുറിച്ചാണ് നേരത്തെ ഇവിടെ പല പേരുകളും മുനീർ സാഹിബ് സൂചിപ്പിച്ചത്. കാര്യങ്ങളെ വളച്ചടിക്കുകയും തങ്ങളുടെ യുക്തിക്ക് അംഗീകരിക്കാൻ കഴിയുന്നത് മാത്രം സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു നൂതനമായ പ്രവണത വിജ്ഞാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ മനുഷ്യനിൽ അധികരിക്കുകയാണ്. അപ്പം ഇതേക്കുറിച്ച് അതിൻ്റെ വസ്തുതയിലേക്ക് ഒന്നിങ്ങനെ വെളിച്ചം വീശുക മാത്രമാണ് ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഞാൻ ചെയ്യുന്നത്. അള്ളാഹു സഹായിക്കട്ടെ. നിങ്ങളെല്ലാവരും ഇത് ചിന്തിക്കണം. ഇതുകൊണ്ടൊരു വലിയ ലോകം നമുക്ക് തുറന്നു കിട്ടും എന്ന് ഞാൻ മനസ്സിലാക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. മനുഷ്യന് കഴിവുകൾ വിഭജിക്കുന്നതിന് മുമ്പ് ആദ്യമായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഒന്നാമതായി നമ്മൾ ഈ വിഷയത്തിലേക്ക് ഇറങ്ങുമ്പോൾ മനസ്സിലാക്കേണ്ടത്, ആകാശത്തിൽ പോയിട്ട് ഭൂമിയിൽ നിൽക്കാൻ പോയിട്ട് ഒരു കഴിവും ഒരാൾക്കുമില്ല എന്നുള്ളതാണ്. ആകാശത്തിൽ പോകാൻ കഴിയുമോ എന്ന ചോദ്യം തന്നെ അപ്രസക്തമാണ്. ഭൂമിയിൽ നിൽക്കാൻ പോലും കഴിവില്ല. ഒരാൾക്കും ഒരു കഴിവുമില്ല എന്നതാണ് ഇസ്ലാമിക ആശയങ്ങളുടെ അടിത്തറ. ഇതേക്കുറിച്ച് ബോധമില്ലാത്തത് കൊണ്ടാണ് ഇത്തരം അയുക്തമായ ചോദ്യങ്ങൾ ഉണ്ടാകുന്നത്. ഒരു കഴിവും ഒരാൾക്കുമില്ല, ഒന്നുമില്ല. അർശിന്റെ അടിത്തറ എന്താണെന്ന് പുണ്യനബിയോട് ചോദിക്കപ്പെട്ടപ്പോൾ പുണ്യനബിയുടെ മറുപടി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം എന്നതാണ്. ഒരു കഴിവില്ല, ഒന്നുമില്ല, ഒരു കഴിവില്ല. അതെന്തിന് മുഹമ്മദ് നബി ആർക്കില്ല. എൻ്റെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കഴിവ് ഒരാൾക്കില്ല. അതെനിക്കില്ല, നിങ്ങൾക്കില്ല, മുഹമ്മദ് നബിക്കില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം, ജിബ്രീലിനില്ല, മീകായിലിനില്ല, ആർക്കില്ല. ഒരു കഴിവും ഒരാൾക്കുമില്ല. എന്നെയല്ലേ ആകാശത്ത് പോകുമോ എന്ന ചർച്ചയുടെ ആവശ്യമുള്ളൂ. ഭൂമിയിൽ ജീവിക്കാൻ പോയിട്ട്, എണീറ്റ് നിൽക്കാൻ പോയിട്ട്, ശ്വസിക്കാൻ പോലും മനുഷ്യന് കഴിവില്ല, ആർക്കുമില്ല, ഒന്നിനുമില്ല. എല്ലാ കഴിവുകളും അള്ളാഹുവിൽ മാത്രം നിക്ഷിപ്തമാണ്. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ. അതേത് കഴിവും, അതേത് ചെറുതും ഏത് വലുതും എന്തും, ഏത് കാര്യവും എന്തും ഏത് കഴിവും അതെന്താണെങ്കിലും അതിന് ചെറുത് വലുത് എന്നൊക്കെ നമ്മുടെ പ്രത്യക്ഷമായ ബുദ്ധി കൊണ്ട് നാം വ്യവച്ഛേദിക്കുമെങ്കിലും നമ്മെ സംബന്ധിച്ചിടത്തോളം എല്ലാം വലിയ കഴിവുകൾ. അതിന് നാം തട്ടുകൾ ഉണ്ടാക്കും. ഒരു കഴിവുമില്ല, ഒരാൾക്കും കഴിവില്ല, ഒന്നിനും കഴിവില്ല. എല്ലാ കഴിവുകളും എല്ലാം അള്ളാഹുവിൽ